ടീകോം കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള മന്ത്രിസഭയുടെ വിവാദ തീരുമാനം നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലെന്ന സൂചന. പുതിയ പദ്ധതിയുടെ ഭാഗമായി ഇൻഫോ പാർക്കിനെയും ഉൾപ്പെടുത്തണമെന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം. അതേസമയം കൊച്ചി സ്മാർട്ട് സിറ്റി വിവാദത്തിൽ സർക്കാരിനെതിരെ നിലപാട് പ്രതിപക്ഷം കടുപ്പിക്കുകയാണ്. പാട്ടക്കരാർ ലംഘിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ എന്തുകൊണ്ട് ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല? അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കരാറിൽ ടീകോമുമായി കേരള ഗവൺമെൻറ് ഉണ്ടാക്കിയ കരാറിൽ വ്യവസ്ഥകൾ ലംഘിച്ചു കഴിഞ്ഞാൽ ഈ പാട്ടക്കരാർ റദ്ദാക്കാനും ഈ കരാറുകൾ മുഴുവൻ റദ്ദാക്കാനും ഇതിൻ്റെ അസറ്റുകൾ തിരിച്ചെടുക്കാനുമുള്ള അവകാശമുണ്ട്. ഈ രണ്ട് അവകാശവും നിലനിൽക്കുമ്പോൾ അത് വിനിയോഗിക്കാതെ ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കുക എന്നത് അഴിമതിയാണ്. ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. ഗവൺമെൻറ് അടിയന്തരമായി ഇതിൽ നിന്ന് പിന്മാറണം. ഈ മന്ത്രിസഭാ തീരുമാനം റദ്ദാക്കണം. റദ്ദാക്കിയിട്ട് കരാറിൽ പറയുന്ന വ്യവസ്ഥകൾക്കനുസരിച്ചുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തയ്യാറാക്കണം. ഷഫീദ് റാവുത്തർ നമുക്കൊപ്പം ചേരുകയാണ്. അതിനിടയിൽ വാർത്ത വരുന്നുണ്ട്, ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് അറിയിക്കുന്നതാണ്. കുടിവെള്ള വിതരണം തടസ്സപ്പെടും. ഒലിമുകൾ ടാങ്കിന് സമീപം ഇന്ന് രാവിലെ പ്രധാന വിതരണ കുഴലിൽ ഒരു ലീക്ക് രൂപപ്പെട്ടു. അതുകൊണ്ട് തന്നെ തുതിയൂർ, ചിറ്റേത്തുകര പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് ഇക്കാര്യം നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഞാൻ ഈ ടീകോമിൻ്റെയും അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റി വിവാദത്തിലേക്കും കടക്കുന്നു. വിവാദങ്ങൾക്കിടെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ യോഗം ഇന്ന് ചേരുകയാണ്. എന്നാലും ഈ യോഗത്തിൽ ഈ മന്ത്രിസഭയുടെ തീരുമാനം ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പാട്ടവ്യവസ്ഥ ലംഘിച്ചൊരു കമ്പനിക്ക് എന്തിന് നമ്മൾ പണം കൊടുക്കണമെന്ന ചോദ്യം ഉയരുകയാണ്. മാത്രമല്ല, ഇത് ഈ ടീകോം പ്രവർത്തിക്കുന്ന സ്ഥലത്താണെങ്കിൽ എന്തായിരിക്കും വിവരം എന്നുകൂടി നമുക്ക് ചിന്തിക്കാൻ കഴിയും. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ് പറയൂ. നമുക്കറിയാം, അതായത് ഈ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം പുറത്തു വരുന്നു. ഒരു പൊതുചർച്ച പോലും ഇല്ലാതെ സംസ്ഥാന സർക്കാർ ഇത്തരമൊരു തീരുമാനമെടുത്ത അപ്രസക്തമെന്ന രീതിയിൽ ഇത് അവതരിപ്പിച്ചത് അഴിമതിയാണ്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട ടീകോമിനെ അങ്ങോട്ടേക്ക് പണം നൽകി, ആനുകൂല്യം നൽകി ഒഴിവാക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ സംസ്ഥാന സർക്കാരിന് നിക്ഷിപ്ത താല്പര്യമുണ്ട് എന്നതടക്കമുള്ള പ്രതിപക്ഷ ആക്ഷേപം തുടരുന്നതിനിടെ ഇപ്പോൾ ഒരു വിചിത്രവാദം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയിൽ നിന്നും ടീകോമിനെ ഒഴിവാക്കൽ, അത് നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനമടക്കം നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള വിവരമാണിപ്പോൾ സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി പങ്കുവയ്ക്കുന്നത്. ഈ ടീകോമിനെ ഒഴിവാക്കാൻ പണം നൽകണം എന്നുള്ള നിയമോപദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭാ യോഗത്തിൽ ഇത് ചർച്ചയാവുകയും അങ്ങനെ ടീകോമിനെ ഒഴിവാക്കുകയും ചെയ്തത് എന്നുള്ളതാണ് സർക്കാർ വിശദീകരണം. അതിനൊരു കാരണമായി സംസ്ഥാന സർക്കാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് UAE-യുമായുള്ള നല്ല ബന്ധം തുടരാൻ കൂടിയാണ് വ്യവസ്ഥ ലംഘിച്ചിട്ടും ടീകോമിനെതിരെ ആർബിട്രേഷൻ നടപടിക്ക് ശ്രമിക്കാത്തതെന്നും വ്യവസായ വകുപ്പ് പറയുന്നുണ്ട്. ഒറ്റയടിക്ക് ഒഴിവാക്കിയാൽ വ്യവസായ സൗഹൃദമുള്ള സംസ്ഥാനം എന്ന സന്ദേശം വരും. ഇതടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ പരിഗണിച്ചിരുന്നു. അപ്പോഴും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു ചോദ്യം പ്രസക്തമാണ്. അതായത് സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി, ആ പദ്ധതി അതിൻ്റെ ലക്ഷ്യം കാണാതെ നിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് കരാർ വ്യവസ്ഥകൾ ഏതെങ്കിലും തരത്തിൽ അതിൽ രണ്ടാം കരാർ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതുവരെയും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ന്യായവാദം ഉന്നയിക്കുന്നത്. അത്രയും അപ്പോഴും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു കാര്യം, ആർബിട്രേഷൻ അടക്കമുള്ള നടപടിക്ക് പോയില്ലെങ്കിലും കരാർ വ്യവസ്ഥ ലംഘിച്ചോ അതല്ലെങ്കിൽ ടീകോമിന് ഇങ്ങനൊരു ആനുകൂല്യം കൊടുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിനെ പ്രഷറൈസ് ചെയ്ത മാറ്റർ എന്ത് തരത്തിലുള്ള സ്വാധീനം അക്കാര്യത്തിൽ ഉണ്ടായി എന്നടക്കമുള്ള ചോദ്യം അത് പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും സംസ്ഥാന സർക്കാർ ഈ വിശദീകരണം നൽകിയാണ് ഇപ്പോൾ തലയൂരാൻ ശ്രമിക്കുന്നത്. ഇന്ന് വ്യവസായ വകുപ്പ് മന്ത്രി ഡൽഹിയിലുണ്ട്. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം അറിയിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം പുതിയ പദ്ധതിയുടെ ഭാഗമായി ഇൻഫോ പാർക്കിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു നീക്കം അതും സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടത്തുന്നുണ്ട്. താങ്ക് യു ഷഫീദ് റാവുത്തർ. ഗോപികൃഷ്ണൻ, യഥാർത്ഥത്തിൽ ഇതൊരു വലിയ ഗൗരവമായ പ്രശ്നമാണ്. മന്ത്രിസഭ യഥാർത്ഥത്തിൽ വിവാദം ഒഴിവാക്കാൻ വേണ്ടി നടത്തുന്ന നീക്കമാണ്. അതുപോലെ തന്നെ ഈ സ്മാർട്ട് സിറ്റി കൊടുത്ത ഇത്രയധികം ഭൂമി തിരിച്ചെടുക്കാനുള്ള ശ്രമമാണെന്നൊക്കെ പറയുന്നു. എന്നാൽ വരുന്ന ദിവസങ്ങളിൽ ഇത് സർക്കാരിന് കീറാമുട്ടിയാകുന്ന കാര്യത്തിൽ സംശയമില്ല. സർക്കാർക്ക് ഇത് കോടതി പോകാമല്ലോ.
ഉറപ്പായിട്ടും കോടതിയിൽ പോകും മിസ്കൻ. കാരണം ഇതിലെ വ്യവസ്ഥ പ്രകാരം, കരാർ വ്യവസ്ഥ അനുസരിച്ച് ഒരു കാരണവശാലും നമുക്ക് ടീകോമിന് ഒരു നഷ്ടപരിഹാരം നൽകേണ്ട കാര്യമില്ല. മാത്രമല്ല ഇതിന്റെ നിർമ്മാണ പുരോഗതി ഓരോ ഘട്ടങ്ങളിലും വിലയിരുത്തുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അത് നിശ്ചിത സമയത്ത് കൃത്യമായ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ ടീകോമിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള വ്യവസ്ഥ കൂടി ചെയ്യുന്ന കരാറിലാണ് നമ്മൾ ഏർപ്പെട്ടിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ടീകോമിനെ ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി നഷ്ടപരിഹാരം നൽകാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് വലിയ ഭൂമി തട്ടിപ്പിന് വേണ്ടിയുള്ള മറയായി സർക്കാർ ഉപയോഗിക്കുന്നു എന്ന ആക്ഷേപമാണ് പ്രതിപക്ഷം ഇതിനോടകം ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബാജി ജോർജിനെ പോലുള്ള ആളുകൾക്കെതിരെ രമേശ് ചെന്നിത്തല രംഗത്ത് വന്നു കഴിഞ്ഞു. ടീകോമിന്റെ പ്രതിനിധിയായ ബാജി ജോർജ് എങ്ങനെയാണ് ഇതിന് നഷ്ടപരിഹാരം നിർണ്ണയിക്കുന്ന സമിതിയിൽ അംഗമായിരിക്കുന്നത് എന്ന ചോദ്യം രമേശ് ചെന്നിത്തല ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഈ പ്രശ്നത്തിന് ശേഷം പി രാജീവ് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിലവിലെ സാഹചര്യത്തിൽ ഇത് ഇൻഫോ പാർക്കിന്റെ വികസനം എന്നത് വഴിമുട്ടി നിൽക്കുന്നു. ഇൻഫോ പാർക്കിലേക്ക് കൂടുതൽ സ്ഥാപനങ്ങൾ, അത് വികസിപ്പിക്കുന്നതിന് കൂടുതൽ ഭൂമി ആവശ്യമാണ്. അങ്ങനെ കൂടുതൽ ലാൻഡ് പൂളിംഗിലേക്ക് സർക്കാർ കടക്കുന്നു. അതുകൊണ്ട് ഇനി ഇങ്ങനെ ഈ ഭൂമി വെറുതെ ഇട്ടിട്ട് കാര്യമില്ല. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് എന്ന വിശദീകരണമായിരുന്നു വ്യവസായ മന്ത്രി പി രാജീവ് നൽകിയത്. പിന്നെ എന്തുകൊണ്ടാണ് കരാർ വ്യവസ്ഥയിൽ ഇല്ലാത്ത ഈ നഷ്ടപരിഹാരം നൽകുക എന്ന നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നത് എന്ന ചോദ്യത്തിന് വ്യവസായ മന്ത്രി നൽകിയിരിക്കുന്ന മറുപടി ദുബായ് സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കരാറാണ്. അതുകൊണ്ട് ദുബായുമായുള്ള നല്ല ബന്ധം, ആ മറ്റൊരു രാജ്യവുമായുള്ള നല്ല ബന്ധത്തിന് കോട്ടം തട്ടരുത് എന്ന ഒരു ഉത്തമ താല്പര്യത്തിലാണ് അങ്ങനെ നഷ്ടപരിഹാരം നൽകുക എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത് എന്നാണ്. ഏതായാലും സർക്കാരിന്റെ ഈ വിശദീകരണമൊന്നും ന്യായമായി അവതരിപ്പിക്കാൻ കഴിയുന്നതല്ല. താരങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് കോടതിയിൽ ചലഞ്ച് ചെയ്യാവുന്ന ഒരു വിഷയമായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ കേരയിൽ പദ്ധതി, സിൽവർ ലൈൻ പദ്ധതിയും കൂടി ചേർന്ന് വരുന്നതോടുകൂടി സ്വാഭാവികമായും സർക്കാരിന് മേൽ ഇതിന് പിന്നിൽ ഒരു വൻ ഭൂമി തട്ടിപ്പ് ലക്ഷ്യം വെക്കുന്നു എന്ന ആക്ഷേപം ഉയരാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ തന്നെ ടീകോം ഈ പദ്ധതിയുടെ ഭാഗമായി വരുമ്പോൾ തന്നെ ഉയർന്നു വന്ന ആക്ഷേപമാണ് ഇതൊരു റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ്, ഭൂമി മുറിച്ച് വിൽക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പിന്നിലുള്ളത് എന്ന ആക്ഷേപം രാഷ്ട്രീയമായി നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടതാണ്. 16% ഈ പദ്ധതിയിൽ സർക്കാരിന്റെ സ്റ്റേക്ക്, ബാക്കി 84% ടീകോമിനുള്ളതാണ്. 13 വർഷക്കാലം ഇത് ഒന്നുമാകാതെ നിൽക്കുകയും ഏതാണ്ട് 90,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങുകയും പിന്നീട് VS അച്യുതാനന്ദൻ സർക്കാർ വന്ന് അതിന്റെ വ്യവസ്ഥകളിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്ത ശേഷം 13 വർഷം കഴിഞ്ഞിട്ടും ആകെ 8,000 പേർക്ക് പോലും തൊഴിൽ നൽകാൻ ഈ പദ്ധതി കൊണ്ട് സാധിച്ചിട്ടില്ല. അങ്ങനെ സർക്കാരിന് സമ്പൂർണ്ണമായി നഷ്ടം വരുത്തിയ സംസ്ഥാനത്തിന്റെ ഒരു പാഴ് പദ്ധതി എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ടീകോമിന് ഒരു രക്ഷാമാർഗം ഒരുക്കിക്കൊണ്ട് സർക്കാർ എടുക്കുന്ന നിലപാടുകൾക്കെതിരെ രാഷ്ട്രീയമായ എതിർപ്പുകൾ ഉയർന്നു കഴിഞ്ഞു. ടീകോമിന് നഷ്ടപരിഹാരം നൽകാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സമിതിയിലേക്ക് ടീകോമിന്റെ പ്രതിനിധിന് അംഗമായി വന്നതിലുള്ള വൈചിത്രവും ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ സർക്കാരിന് ഈ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞേ മതിയാകൂ. SK. താങ്ക് യു KR ഗോപികൃഷ്ണൻ. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പാട്ടക്കരാർ ലംഘിച്ച ഒരു കമ്പനിക്ക് ഏത് വ്യവസ്ഥയിലാണ് പണം അനുവദിക്കുക എന്ന ചോദ്യത്തിന് സർക്കാർ മറുപടി പറയേണ്ടി വരും. ഇനി ഇടവേളയാണ്. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ പള്ളി തർക്കത്തിൽ ഓർത്തഡോക്സ് സഭ സമവായത്തിലേക്കെന്ന് സൂചന. ആശ്വാസകരമായി വാർത്തയുടെ വിശദാംശങ്ങൾ ഇടവേളയ്ക്ക് ശേഷം.